നമസ്കാരം. ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയുടെ അടിസ്ഥാനപരമായിട്ടുള്ള സത്യസന്ധതയെ ചോദ്യം ചെയ്തുകൊണ്ട് ബീഹാറിൽ അതീവ രഹസ്യ സ്വഭാവമുള്ള തെരഞ്ഞെടുപ്പ് സാമഗ്രികളൊക്കെ തന്നെ പൊതുസ്ഥലത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവം വലിയ ആശങ്കകൾക്ക് ഇപ്പോൾ വഴിവെച്ചിരിക്കുകയാണ്. സംസ്ഥാന രണ്ടാം ഘട്ട വോട്ടെടുപ്പിനായിട്ട് ഒരുങ്ങുന്നതിനിടെയാണ് ഈ സംഭവം അരങ്ങേറിയത്. ഇത് നീതിയുക്തവും സുതാര്യവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള നടപടിക്രമങ്ങളെ സംബന്ധിച്ച് സംശയങ്ങൾ ഉയർത്തുകയാണ്. ഫലത്തിൽ കൃത്രിമം കാണിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും ശ്രമിച്ചുവെന്ന ആരോപണങ്ങളാണ് ഇവിടെ ഉയരുന്നത്. ഇത്തരം നടപടികളാകട്ടെ പൊതുവിശ്വാസം തകർക്കുകയും ജനവിധി അട്ടിമറിക്കുകയും ചെയ്യും. ദുരുപയോഗത്തിലൂടെ അധികാരം നേടുന്നവർ ജനാധിപത്യത്തിന്റെ അടിത്തറ ഇല്ലാതാക്കാൻ ശ്രമിക്കുമെന്ന പൊതുധാരണയ്ക്ക് ഈ സംഭവം ആക്കം കൂട്ടുകയാണ്. സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ബീഹാറിലെ സമസ്തിപൂർ ജില്ലയിലെ ശീതൽപ്പെട്ടി ഗ്രാമത്തിലെ ഒരു കോളേജിനടുത്താണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ നിന്നും വിവിപാറ്റുകൾ അത് എന്തെങ്കിലും രഹസ്യ രേഖകൾ അനധികൃതമായിട്ട് നീക്കം ചെയ്യുകയോ അല്ലെങ്കിൽ വെളിപ്പെടുത്തുകയോ ചെയ്യുന്നത് കർശനമായിട്ട് നിരോധിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമങ്ങൾ ഇവിടെ നിലനിൽക്കുകയാണ് വൻതോതിൽ വിവിപാറ്റ് സ്ലിപ്പുകൾ തെരഞ്ഞെടുപ്പിൽ ചിതറിക്കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. വോട്ടർമാർക്ക് തങ്ങളുടെ വോട്ട് കൃത്യമായി രേഖപ്പെടുത്തിയോ എന്ന് പരിശോധിക്കാൻ സഹായിക്കുന്ന ഈ സ്ലിപ്പുകളാകട്ടെ അതീവ രഹസ്യ സ്വഭാവമുള്ള തെരഞ്ഞെടുപ്പ് രേഖകളാണ്. പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയ സ്ലിപ്പുകൾ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തിയ നിർബന്ധിത മോക്ക് പോളിംഗ് പ്രക്രിയയിൽ ഉപയോഗിച്ചതാണെന്ന് സ്ഥിരീകരിച്ചു. അതീവ രഹസ്യ സ്വഭാവമുള്ള രേഖകൾ പൊതുസ്ഥലത്ത് ഉപേക്ഷിക്കപ്പെട്ടത് അത് സുരക്ഷാ പ്രോട്ടോക്കോളുകളിലെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയായി കണക്കാക്കുകയും കമ്മീഷന്റെ നടപടികളെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. ഏതായാലും ഈ റിപ്പോർട്ടിന്റെ ഗൗരവം മനസ്സിലാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉടൻ തന്നെ വിശദമായിട്ടുള്ള അന്വേഷണത്തിന് ഉത്തരവിട്ടു. തെരഞ്ഞെടുപ്പ് നടത്തിപ്പിലെ സുതാര്യതയില്ലായ്മയുടെ പേരിൽ ഇപ്പോൾ കമ്മീഷനാകട്ടെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും വിമർശനങ്ങളുമൊക്കെ നേരിടുന്ന ഈ സാഹചര്യത്തിൽ ഇത്രയും വലിയ അട്ടിമറി ആരോപണം ഇപ്പോൾ ഉയർന്നത് അത് ഉടനടി ഇടപെടൽ ആവശ്യമാക്കി. പ്രതിപക്ഷ നേതാക്കൾ വോട്ട് മോഷണം പോലെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുന്നതിനിടെയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ സമസ്തിപൂർ ജില്ലാ മജിസ്ട്രേറ്റിനോട് സംഭവസ്ഥലം സന്ദർശിച്ച തെളിവുകൾ ശേഖരിച്ച് സമഗ്രമായ അന്വേഷണം ആരംഭിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചു. ഈ വീഴ്ച അത് വരാനിരിക്കുന്ന രണ്ടാം ഘട്ട വോട്ടെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധങ്ങൾക്ക് കാരണമാകുമെന്ന് കമ്മീഷൻ വിലയിരുത്തിയതിനാലാണ് ഇത്രയും ദ്രുതഗതിയിലുള്ള ഈ ഒരു നടപടി ഉണ്ടായതെന്നാണ് സൂചന. സംഭവം സ്ഥിരീകരിച്ച ജില്ലാ ഭരണകൂടം ചിതറിക്കിടക്കുന്ന വിവിപാറ്റ് സ്ലിപ്പുകൾ മോക്ക് പോളിംഗ് പ്രക്രിയയിൽ നിന്നുള്ളതാണെന്ന് സ്ഥാപിച്ചുകൊണ്ട് സ്ഥിതിയുടെ ഗൗരവം ലഘൂകരിക്കാൻ ശ്രമിച്ചു. ഈ സ്ലിപ്പുകൾ മോക്ക് പോളുമായിട്ട് ബന്ധപ്പെട്ടതായതിനാൽ യഥാർത്ഥ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെയോ പ്രക്രിയയുടെയോ സുതാര്യതയ്ക്ക് കോട്ടം സംഭവിച്ചിട്ടില്ല എന്നതാണ് അധികൃതരുടെ വാദം. ഈ വിശദീകരണം പൊതുജനങ്ങളെയും മത്സരരംഗത്തുള്ള സ്ഥാനാർത്ഥികളെയും തൃപ്തിപ്പെടുത്താനാണ്. സ്ഥാനാർത്ഥികളെ ജില്ലാ മജിസ്ട്രേറ്റ് വിവരം അറിയിക്കുകയും ചെയ്തു. എന്നിരുന്നാലും വോട്ട് രേഖപ്പെടുത്തിയതിന്റെ രസീതുകൾ തെരുവിൽ ചിതറിക്കിടക്കുന്ന നിലയിൽ കാണേണ്ടി വരുന്നത് തെരഞ്ഞെടുപ്പ് സംവിധാനത്തിലെ വലിയ സുരക്ഷാ പാളിച്ചയാണ് സൂചിപ്പിക്കുന്നത് തന്നെ. ജനാധിപത്യ പ്രക്രിയയ്ക്ക് നൽകേണ്ട അതീവ ശ്രദ്ധയും രഹസ്യ സ്വഭാവവും ഈ സംഭവത്തോടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഈ കൃത്യവിലോപത്തിന് ഉത്തരവാദികളായവർക്കെതിരെ ഉടൻ തന്നെ നടപടികൾ സ്വീകരിച്ചു. വീഴ്ച അംഗീകരിച്ചുകൊണ്ട് ഡ്യൂട്ടിയിൽ വീഴ്ച വരുത്തിയ ബന്ധപ്പെട്ട അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറെ സസ്പെൻഡും ചെയ്തു. ഇത് പ്രവർത്തനപരമായ പിശക് സംഭവിച്ചുവെന്ന അധികൃതർ സമ്മതിക്കുന്നതിന്റെ തെളിവാണ്. കൂടാതെ തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ കൈകാര്യത്തിലെ പിഴവ് ക്രിമിനൽ കുറ്റമായിട്ട് കണക്കാക്കി ഔദ്യോഗികമായിട്ട് FIR രജിസ്റ്റർ ചെയ്യുകയും കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ECI സ്ഥിരീകരിക്കുകയും ചെയ്തു. SR കോളേജിന് സമീപം വിവിപാറ്റ് സ്ലിപ്പുകൾ ചിതറിക്കിടക്കുന്നതായിട്ട് നാട്ടുകാരാണ് ആദ്യം അധികാരികളെ അറിയിച്ചത്. ഈ പൗരന്മാരുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് ജില്ലാ ഭരണകൂടം അടിയന്തരമായിട്ട് അന്വേഷണവും വീണ്ടെടുക്കൽ നടപടികളും ആരംഭിച്ചത് തന്നെ. തെരഞ്ഞെടുപ്പ് സാമഗ്രികളോടുള്ള ഉത്തരവാദിത്വമില്ലാത്ത ഈ സമീപനം അത് തിരുത്തൽ നടപടികൾക്കും ശിക്ഷാ നടപടികൾക്കും അനിവാര്യമാണെന്ന് അധികൃതർ വ്യക്തമാക്കി. കണ്ടെത്തിയ സ്ലിപ്പുകൾ കമ്മീഷനിങ് ആൻഡ് ഡിസ്പാച്ച് സെന്റർ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്ന് വിശദമായിട്ടുള്ള അന്വേഷണത്തിൽ വ്യക്തമായി. ഈ സാങ്കേതിക പ്രക്രിയയിൽ കൃത്യമായ ചിഹ്നം ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുന്നതിനായിട്ട് നിശ്ചിത ശതമാനം വോട്ടിംഗ് മെഷീനുകളിൽ മോക്ക് പോളിംഗ് നടത്താറുണ്ട്. ഇതിൽ ഓരോ മെഷീനിലും ഏകദേശം 1000 വോട്ടുകൾ രേഖപ്പെടുത്തും. ഈ മോക്ക് പോളുകളാണ് ധാരാളം വിവിപാറ്റ് സ്ലിപ്പുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ രേഖകളിൽ കീറിയതും കീറാത്തതുമായിട്ടുള്ള നിരവധി സ്ലിപ്പുകൾ ഉണ്ടായിരുന്നു. ഇവയെല്ലാം ജില്ലാ ഭരണകൂടം കണ്ടുകെട്ടി പിടിച്ചെടുത്തിട്ടുണ്ട്. സംഭവത്തിന്റെ യഥാർത്ഥ ഉറവിടം അത് രേഖകൾ കൈകാര്യം ചെയ്ത രീതി അതുപോലെ തന്നെ ഉത്തരവാദികളായിട്ടുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരെയും തിരിച്ചറിയുന്നതിനുമുള്ള വിശദമായ അന്വേഷണം നിലവിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഓപ്പറേഷണൽ കാര്യക്ഷമതയിലുണ്ടായ ഗുരുതരമായ വീഴ്ചയാണ് ഈ സംഭവം സ്ഥിരീകരിക്കുന്നത് തന്നെ. അന്വേഷണത്തിലെ അന്തിമവും വിശദവുമായിട്ടുള്ള കണ്ടെത്തലുകൾ തുടർ നടപടികൾക്കായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഉടൻ സമർപ്പിക്കുന്നതാണ്.